എങ്ങനെയായാലും വേണം പ്ലസ് ടു നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഖൈറുന്നീസയാണ്. ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു പഠിക്കണം എന്ന് വിചാരിച്ചത്. SSLC കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പഠിപ്പിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത് എങ്ങനെയാണ്? പിന്നെ ഇങ്ങനെ തരുന്ന നോട്ട്സും കാര്യമൊക്കെ രാത്രി വായിക്കും. പണിയൊക്കെ നേരത്തെ ഒരുക്കിയിട്ട് പിന്നെ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ ഓണാക്കി വെക്കലുണ്ട്. പഠിക്കണം എന്നുള്ള തീരുമാനം എപ്പോഴാണ് എത്തിയത്? അത് കൊറേ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സമ്മതമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ബാക്കായി നിന്നത്. പിന്നെ എനിക്ക് ഓരോരുത്തർ പഠിക്കുന്ന കാണുമ്പോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ബുക്സ് ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്തിരുന്നത്? ബുക്സ് ഇല്ല, ബാസഡിയിൽ നിന്ന് കുറച്ച് ബുക്കുകൾ കിട്ടിയിരുന്നു, ഗൈഡായിട്ട് കിട്ടിയിരുന്നു, അത് മാത്രം. പിന്നെ കുറച്ച് ഇങ്ങനെ എക്സാമിന് കുറച്ച് മെയിൻ പോയിന്റ്സ് തന്നിരുന്നു, അത് നോക്കും. അത് സർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന് എങ്ങനെയായിട്ട് മാർക്ക് കിട്ടാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഞങ്ങൾ എങ്ങനെയാലും തരും, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി ഞങ്ങൾ പാസ്സാവുന്ന മാഷ് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാനൊന്നും ഇങ്ങനെ മുന്നോട്ട് എത്തുന്നു. പക്ഷെ ഞാനിങ്ങോട്ട് എത്തില്ല. 20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയില്ല. അപ്പോൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.